പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദിവസത്തിൻ്റെ ആരംഭത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വചനം അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അനുഗ്രഹത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ഈ ദിവസം നാം ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കണം, നിങ്ങളുടെ മക്കളെ സമർപ്പിക്കണം, അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങളുടെ ജോലി സ്ഥലത്തെ ഈ ദിവസം മുഴുവനും ഏതെല്ലാം തരത്തിൽ എവിടെയൊക്കെ നിങ്ങൾ പോകുന്നോ, ആരെല്ലാം കണ്ടുമുട്ടുന്നോ, അവരിൽ നിന്നൊക്കെ ഒരിക്കലും ഒരു അപകടം നിങ്ങൾക്ക് വരാതിരിക്കുവാൻ, നിങ്ങളുടെ ബിസിനസ്സിനെ തകരാതിരിക്കുവാൻ, ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മേഖലയിലും സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പോൾ ദൈവം നൽകുന്ന സംരക്ഷണം എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 122:7 പറയുന്നുണ്ട്, നിൻ്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിൻ്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. ഈ വചനാച്ചൻ വായിക്കാം, ആ ശബ്ദങ്ങൾ ഏറ്റുവരണം കേട്ടോ, വളരെ ഉയർത്തി പിടിച്ചുകൊണ്ട്. സങ്കീർത്തനം 122:7 നിൻ്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവം പറയുന്ന വാഗ്ദാനമാണ്. എല്ലാ തരത്തിലും സംരക്ഷണവും സമാധാനവും എല്ലാം കർത്താവ് നിനക്ക് തരും. അതുപോലെ തന്നെ സങ്കീർത്തനം 147:13 പറയുന്നു, നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നീ ചിന്തിക്കണം, കവാടങ്ങളുടെ ഓടാമ്പലുകൾ അപ്പോൾ ശക്തിപ്പെടുത്തുമ്പോൾ, ബലപ്പെടുത്തുമ്പോൾ ആർക്കും പിന്നെ നിൻ്റെ ഭവനത്തിലേക്കോ അപ്പുറമായിട്ട് നിൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ആക്രമിക്കാൻ കടന്നു വരാൻ പറ്റത്തില്ല. ദൈവം ഓടാമ്പലുകൾ ബലപ്പെടുത്തുക. വീണ്ടും നിൻ്റെ കോട്ടയ്ക്ക് ഉള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ഓർക്ക പ്രിയമുള്ളവരെ, മക്കളെയും നാവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും നീ അനുഗ്രഹിക്കാൻ പോകുക. അപ്പം നീ ഭാവന കാണുകയും ചെയ്യണം. അതുപോലെ തന്നെ വിശ്വസിക്കണം പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് എനിക്ക് കോട്ട കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ദൈവം തന്ന സംരക്ഷണം എന്ന് പറയുന്നത് ആ ഒരു സംരക്ഷണം ആർക്കും തരാൻ പറ്റത്തുമില്ല. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അത് വലിയൊരു സംരക്ഷണത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ വചനമാണ്. ഇവിടെ പറയുന്ന എപ്രകാരമാണ്, അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി ആണ്. പ്രിയമുള്ളവരെ, ഞാനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയ്ക്ക്, എൻ്റെ സ്വത്തിന്, എൻ്റെ ബിസിനസ്സിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് എല്ലാം ദൈവം സംരക്ഷണം തരുന്നു. അതിനുശേഷം വീണ്ടും വാഗ്ദാനം പറയുന്നു, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. നീ ഇന്ന് ഭാവന കാണണം. നീ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവിക ചിന്തകളോടെ ആവണം. പ്രത്യേകിച്ച് എൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന മാത്രമാകണം. അപ്പം എന്തു ചെയ്യും? കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിക്കും. അതുമാത്രമല്ല, മറ്റൊരു വാഗ്ദാനം, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് നടത്തുന്ന ബിസിനസ്, ഞാനുമായി ബന്ധപ്പെട്ട മേഖലകൾ ദൈവം അത് സമ്പത്തായി മാറ്റുമ്പോൾ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓർക്ക പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവം എനിക്ക് സംരക്ഷണം വെച്ച് എന്നെ അനുഗ്രഹിക്കുമ്പോൾ, ആ സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ എന്നെ ആക്കുമ്പോൾ പിന്നെ എനിക്കൊന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ ദൈവമൊരുക്കിയ സംരക്ഷണമാണല്ലോ, ദൈവം തന്ന കോട്ടയാണല്ലോ. ആ ഒരു അവസ്ഥയിൽ ദൈവത്തിൻ്റെ കണ്ണ് എന്നോടൊപ്പം ഉണ്ടായിരിക്കും. അതാണ് സക്കറിയായുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല. എൻ്റെ കണ്ണുകൾ അവരുടെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അതായത് ദൈവത്തിൻ്റെ ദൃഷ്ടിപഥത്തിൽ നമ്മൾ മാറത്തില്ല. നമ്മൾ മാറിയാൽ പോലും തമ്പുരാൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ നൊന്തുപറ്റ അമ്മ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാഗ്ദാനം ഇതാ പ്രിയമുള്ളവരെ, ദൈവം എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു മർദ്ദകനും ഒരു തിന്മയും ഒന്നും നമ്മെ ബാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാവിലത്തെ കുർബാനയ്ക്ക് ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഓർക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ ദൃഷ്ടിപഥത്തിൽ മാറാതെ ദൈവത്തോട് കൂടിയായി ജീവിക്കുവാൻ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിനക്ക് എല്ലാ തരത്തിലും ഒരു വളർച്ച കർത്താവ് പ്രദാനം ചെയ്യട്ടെ. സാമ്പത്തികമായും മാനസികമായും ആത്മീയമായും എല്ലാം വളരുവാൻ ഇന്നത്തെ ദിവസം നിന്നെ ഒരുക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനഭാഗം നിങ്ങളെല്ലാവരുമായി പങ്കുവെക്കണം കേട്ടോ. അപ്പോൾ കർത്താവ് നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കും. അച്ഛൻ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.